കടലുണ്ടി ട്രെയിൻ അപകടം നടന്ന് ഇന്നേക്ക് 25 വർഷം. 2001 ജൂൺ 22-നാണ് 52 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ട്രെയിൻ അപകടമുണ്ടായത്. അന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട നാട്ടുകാർ മീഡിയാവിനോട് അവരുടെ അനുഭവം പങ്കുവെക്കുകയാണ്. കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന ആ കറുത്ത ദിനത്തിന് ഇന്ന് 25 വർഷം പൂർത്തിയാവുകയാണ്. ഇതുപോലൊരു ജൂൺ 22-നാണ് കടലുണ്ടി ട്രെയിൻ അപകടം ഉണ്ടാകുന്നത്. 52 പേരുടെ ജീവനാണ് നഷ്ടമാക്കിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ റിങ് തുരുമ്പെടുത്തിരിക്കുന്ന ഈ റിങ് തകർന്നാണ് ഈ ട്രെയിൻ അപകടം ഉണ്ടായത്. 52 പേരുടെ ജീവനാണ് അന്ന് നഷ്ടമായത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ അപകടത്തിന് ദൃക്സാക്ഷിയായ ആ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ഷാഫി ചേരുന്നുണ്ട്. നിങ്ങളത് നേരിട്ട് കണ്ട ആളാണല്ലേ? എങ്ങനെയായിരുന്നു അപകടം? എങ്ങനെ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു കല്യാണ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പന്തലൊക്കെ പൊളിച്ച് എല്ലാം കൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഭയങ്കര ശബ്ദം കേൾക്കുന്നത്. കുറച്ച് ആൾക്കാർ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. ശബ്ദം കേൾക്കാൻ അങ്ങനെ ഞാൻ എൻ്റെ വീട് കുറച്ച് അപ്പുറത്താണ്. അങ്ങനെ റെയിലിനെ കൊണ്ട് വന്നപ്പോൾ ഫുള്ള് പുകയാണ് ഇവിടെ. പൊടി പാറിയിട്ട് ഈ ട്രെയിന് പാളം തെറ്റിയാണ് നീണ്ടു പോയിട്ട് ആ പൊടി ഒന്നായിട്ട് പാറിയിട്ട് ഒന്നും മനസ്സിലായില്ല. അപ്പം എൻ്റെ ഏട്ടൻ ഓടി എന്ന് പറഞ്ഞ് അവിടെ ട്രെയിൻ മറിഞ്ഞിട്ടുണ്ട് വേഗം ചെല്ലുകയാണ്. അപ്പം ഞാനൊക്കെ എണ്ണൊക്കെ തേച്ച് കുളിക്കാനുള്ള നിൽക്കുന്നത്. അപ്പോൾ വേറൊരു തുണി മാത്രം എടുത്തിട്ടില്ലായിരുന്നു. അവിടുന്ന് ഇങ്ങനെ ഓടി വന്നപ്പോഴേക്ക് കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ, തോണിക്കാരെല്ലാവരും ഉണ്ട്. വന്നപ്പോൾ തന്നെ അവിടെ ഈ ബോഗി തകർന്നെടുക്കുന്ന കാണുന്നത്. തകർന്നെടുക്കുന്ന അതിന് ഫുള്ള് ചോര കുളിച്ച ആൾക്കാരൊക്കെ. അതിന് ഞാൻ ആകെ പേടിച്ച് പിന്നെ ഞാനിങ്ങനെ തോണിയിലേക്കാണ് വന്ന് തോണി കയറി. ഇവിടെ 2-3 ബോഗി താഴെ വീണ് പിന്നെ ഗേറ്ററൊക്കെ തൂങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ബോഗിയിലൊക്കെ കയറി ആൾക്കാരൊക്കെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ നമുക്കൊക്കെ ഒരു 18 വയസ്സായിട്ടുള്ളൂ. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ അന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ അന്ന് ഞാൻ മരിക്കേണ്ടായിരുന്നു. അത് ഞാൻ ആ ബോഗിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് സ്ലിപ്പായി താഴെ വീണിട്ട് അന്ന് പെട്ടെന്ന് മഴ പെയ്തിട്ട് വെള്ളം ഭയങ്കര ഒഴുക്കായിരുന്നു. അത് ചുഴിപ്പെട്ട് എൻ്റെ തുണി കഴിഞ്ഞ് കാലുമ്പോൾ കുടുങ്ങിപ്പോയി. ഞാൻ 1-2 പ്രാവശ്യം പൊന്തി പിന്നെ പൊന്തിയപ്പോൾ ഒരു കഴുക്കോല് പറഞ്ഞാൽ നമ്മൾ തോണി കുത്തുന്ന മുളയുണ്ട്, അതിൻ്റെ നേരെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പിടിച്ചുകൊണ്ട് കയറിയപ്പോൾ എൻ്റെ അയൽവാസിൻ്റെ അയ്യപ്പേട്ടെന്ന് പറയും, താഴത്തോട്ട്. അപ്പോൾ സുഖല കിടക്കുകയാണ്. അന്നേരം അയാൾ ആ കഴുക്കോലിട്ട് തന്നിട്ടില്ലെങ്കിൽ ഞാൻ അന്നും മരിക്കും. കാരണം പിന്നെ അത്രയ്ക്കും വയ്യാതായിപ്പോയി. ഇതിൽ നിന്ന് കുറേ ആൾക്കാരെ പിടിച്ച് വലിച്ചിറക്കി ഞാൻ ആകെ ക്ഷീണമാണ്. അങ്ങനെ അന്ന് കഴിച്ചില്ല. ഇപ്പോൾ ഈ വർഷം ഇങ്ങനെ 22-ാം തീയതി വരുമ്പോൾ അതാണ് ആദ്യം. അപകടത്തിന്റെ മാത്രമല്ല താങ്കൾ കൂടെ എൻ്റെ ഒരു പുനർജന്മമാണ് അത്. അങ്ങനെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഒരുപാട് ആൾക്കാരെ പിടിച്ച് വലിച്ച് കയറ്റിയിട്ടുണ്ട്. വെള്ളത്തിന് മുങ്ങിയിട്ട് ആരും മരിച്ചിട്ടില്ല. അവിടെ ആ കെട്ടിന് പോയിട്ട് ബോഗി അടിച്ചിട്ട് ബോഗി ഇങ്ങനെ മടങ്ങിപ്പോയി. അതിലാണ് കുറെ ആൾക്കാർ മരിച്ചത്. അല്ലാതെ വെള്ളത്തിൽ മുങ്ങിയിട്ട് അതിന് ഞങ്ങൾ നാട്ടുകാർ സമ്മതിച്ചില്ല. വെള്ളത്തിലുള്ള ആൾക്കാരെ മൊത്തം ഞങ്ങളെല്ലാവരും കൂടെ ഇവിടുന്ന് കയറ്റി. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്തേക്ക് വെക്കുമ്പോൾ പുറം കാണുന്നില്ല, ഫുള്ള് ജനങ്ങളാ. അങ്ങനെയൊക്കെ കുറെ കഴിഞ്ഞ് കഴിയണ പോലെ അന്ന് കുറെ സഹായിച്ചു.